തആമിൻ ഫീഹി ഹറാം ഔ ശുബ്ഹ. ഹറാമോ ശുബ്ഹത്തോ ഉള്ള ഭക്ഷണത്തിലേക്ക് ഇവൻ്റെ കൈ പോവില്ല, ഇയാളെ കൈ അങ്ങോട്ട് പോവില്ല. അപ്പം കൈ തമ്മാടിത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഹറാമായ ഭക്ഷണം കഴിക്കാൻ, കണ്ണ് ഹറാമാവുന്നതായ സംഗതി നോക്കാൻ, അല്ലെങ്കിൽ കറാഹത്താവുന്ന സംഗതി നോക്കാൻ, ചെവി ഒരു ഹറാമിനെ കേൾക്കാനോ അല്ലെങ്കിൽ കറാഹത്തിനെ കേൾക്കാനോ, അതെനിക്ക് ചെവി വഴിപ്പെടാതിരിക്കാതെ ആ നിലക്ക് അവയവങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാവാം. അങ്ങനെ വിശുദ്ധി ഉണ്ടാകും. അതാണ് യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഔലിയായിൽ വേറൊരു വിഭാഗം ഔലിയാക്കന്മാരുണ്ട്, ഇല്ലാതെ നമ്മൾ പറഞ്ഞ മജ്ദൂബീങ്ങളാവുന്ന ഖൗമും ബഹാലിയിൽ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിലക്കാണ് മനുഷ്യർക്ക് ഫനാ ഉണ്ടാവുക. ഫനാ എന്ന് മഹാന്മാരാവുന്ന സൂഫിയാക്കൾ, ഫനാ എന്ന് പറയുന്നത് രണ്ട് സ്വഭാവത്തിലാണ്. ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് സുഖൂത്തുൽ ഔസാഫിൽ മദ്മൂമ, ഒരു മനുഷ്യനിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇല്ലാതെയാവാം. വുജൂദുൽ ഔസാഫിൽ മഹ്മൂദ, മഹ്മൂദ സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ അവനുണ്ടാവുകയും ചെയ്യാം. ഇതെനിക്ക് ഫനാ എന്ന് സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞു. മറ്റൊരു ഫനാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ വഹദാനിയത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദാത്തിനെ സംബന്ധിച്ച് അറിയുന്നതിൽ അവരെന്തായിപ്പോയി, ആകൃഷ്ടരായി അതിൽ മുഴുകിപ്പോയി. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ മുഴുകുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ? അവയ്ക്ക് പരിസര ബോധങ്ങളുണ്ടാവും. അവർ അല്ലാഹുവിൻ്റെ തകാലീഫുകളെ മറന്നിട്ടുണ്ടാവും. അതൊരു ഔലിയായിൽ നിന്നുള്ള മറ്റൊരു വിഭാഗമാണ്. പക്ഷേ അങ്ങനത്തെ അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല, ദ്വാരക്കാൻ പറയാം. അവർ ചിലപ്പോൾ നിസ്കരിക്കലുണ്ടാവില്ല, അവർ കുടിക്കാൻ പാടില്ലാത്ത സംഗതികൾ ചിലപ്പോൾ കുടിച്ചത് വരും. കാരണം അവർ ഈ ലോകത്തല്ല ഉള്ളത്, അവർ എന്തോ ഒരു അവരുടെ ശരീരത്തിന് തന്നെ മറന്നു വേറൊരു ലോകത്തുള്ളത്, ഒരു ഭ്രാന്തന്മാരെ പോലെ. അപ്പം അവരെ കൂടെ കൂടി ഞങ്ങൾ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ നടക്കണ ഈ കള്ളന്മാരെ പറ്റിയല്ല ഈ പറയണത്. പല കള്ളന്മാരും പല രൂപത്തിൽ വിലായത്ത് ചമഞ്ഞും കൊണ്ടിട്ട് ഇവിടെ നടക്കണ പലരുണ്ട്, അവരെ പറ്റിയല്ല. അപ്പോൾ അങ്ങനത്തെ ഔലിയ അതല്ല നമ്മളിവിടെ പറയുന്നത്. യഥാർത്ഥ നമ്മൾ പിൻപറ്റപ്പെടേണ്ടത് സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടാൻ പറ്റുന്ന ശരയ്യാവുന്ന ആ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാവണം.